ഹേ ദാസ, എന്നാണ് നമ്മൾ ചൈനയിൽ പോകുന്നത്? ജി, ഒരാഴ്ചക്കകം നമ്മൾ ചൈനയിൽ പോകും ജി. ദാസ, ഇന്ന് തന്നെ നമ്മുടെ ആൾക്കാരെല്ലാം ചൈനയിലേക്ക് കയറ്റി വിട്ടോ. ദാസ, ഇപ്രാവശ്യം നല്ല മണമുള്ള പൂക്കൾ വാങ്ങിക്കാൻ പറയണം. കഴിഞ്ഞ വട്ടം വാങ്ങിച്ച പൂക്കൾക്ക് ഒരു മണവുമില്ല. പ്രത്യേകം പറയണം ദാസ. ദാസ, എനിക്ക് നിന്നെ ഒരു സംശയമുണ്ട്. കോടികൾ തന്ന് നല്ല മണമുള്ള പൂക്കൾ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ നീ ആ കോടികളെല്ലാം നിന്റെ പോക്കറ്റിൽ മുക്കിയിട്ട് നാറിയ പൂക്കൾ വാങ്ങിയോ? അയ്യോ ജി, എന്നെ അവിശ്വസിക്കരുത് ജി, എന്നെ അവിശ്വസിക്കരുത്. അങ്ങേക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ തരും ജി, എന്നെ അവിശ്വസിക്കരുത്. ദാസ, നിന്നെ അങ്ങടെ വിശ്വാസം പോരാ, എന്നാലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ദാസ. പിന്നെ ദാസ, കഴിഞ്ഞ വട്ടം യൂറോപ്പിൽ പോയപ്പോൾ ആ ബാൻഡ് സെറ്റ് മേളം ആ ടീംസൊക്കെ കലക്കിയിട്ടുണ്ട്. പക്ഷേ ആ പെണ്ണിൻ്റെ കരച്ചിൽ കുറച്ച് ഓവറായോ സംശയമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്രാവശ്യം ചൈനയിലേക്കല്ലേ പോകുന്നത്, അവിടെ നിന്ന് ഒരാളെ പിടിച്ചോ. എത്ര കോടി വേണമെങ്കിലും കൊടുത്തോ ദാസ. ഓക്കേ? ഓക്കേ ജി. ദാസൻ അതിയായ സന്തോഷം തോന്നി. ദാസന്റെ മനസ്സിൽ 1000 ലഡുകൾ പൊട്ടിത്തെറിച്ചു. 5 കോടി എഴുതി വാങ്ങിക്കൊണ്ട് ചൈനക്കാരിക്ക് 50 ലക്ഷം കൊടുത്ത് ഒഴിവാക്കുന്നു. 4.5 കോടി എൻ്റെ പോക്കറ്റിൽ. Dasan is the world's #1. I am a genius. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഫോളോവിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.